നീയൊക്കെ ഭക്ഷണം ആക്കിയാണ് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ജീവന് പുല്ല് വരെ അല്ലടോ. നിങ്ങൾക്ക് എന്താണ് കോപ്പയെ തോക്ക് വന്നിരിക്കുന്നത്? അതിനുള്ള ഓർഡർ എനിക്ക് അധികാരമില്ല സാർ. അധികാരം നാല് പിന്നെ എവിടെ പോയി കിടക്കുക? മന്ത്രിക്ക് എത്ര പോയി കിട്ടി? ഒന്നിനും ഡയറി കിട്ടി. അയാളുടെ വായിന്ന് വരുന്ന തിരുവചനങ്ങൾക്ക് അത്രയൊന്നും കിട്ടിയ പോരായിരുന്നല്ലോ ഗോപകുമാറെ. ജനങ്ങൾ ആകെ ഭയം നടക്കും. എന്തൊക്കെ ചെയ്തു കിട്ടും? നിങ്ങൾ ബാധ ഉണ്ടാക്കരുത്. ശാന്തരായിരിക്കണം. വെടിവെച്ച് കൊന്നാലും ഈ മന്ത്രിയെ ഞങ്ങൾ വെറുതെ വിടില്ല സാർ. ഒരു 5 മിനിറ്റ് സമയം എനിക്കിതാടോ. ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ. ആ എത്തിയാ പൊട്ടാസം പൊട്ടിച്ച് അവിടെ പോയി കിടക്കായിരുന്നോ കോപ്പെ? ആകാശത്തേക്കാണ് വെടി വെക്കേണ്ടത്. അവനൊക്കെ ചങ്കിന് വെക്കണോ വെടി? എടോ പോലീസിന് നോക്കുന്നിരിക്കുന്നത് ജമീനോണാനല്ല, വെടിവെക്കാനാ. വെക്കണോ വെടി? ഞാൻ വെടിവെക്കാം സാർ. 10ഓ 100ഓ പേര് ഇവിടെ മരിച്ചു വീഴും. നാളെ ഇതൊരു കൊലക്കുറ്റമായി വ്യാഖ്യാനിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മന്ത്രി ഏറ്റെടുക്കോ അതോ വെടിവെക്കാനുള്ള ഉത്തരവ് എനിക്ക് രേഖാമൂലം എഴുതി തരൂ? താൻ എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? അല്ല സർ, അനുഭവം തന്ന പാഠം. 7 കൊല്ലം മുമ്പ് കൂത്തുപാറയിൽ അങ്ങയെപ്പോലൊരു മന്ത്രി പ്രമുഖന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ഉത്തരവിന്റെ പിൻബലത്തിൽ ഒരു വെടിവെപ്പ് നടത്തിയ ഓർമ്മയുണ്ടോ? അന്ന് കാഞ്ഞുപോയത് 5 എണ്ണമാണ്. ആ 5 പേരുടെ രക്തസാക്ഷിത്വം പറഞ്ഞ് ഇന്നിവിടെ പല പാർട്ടിക്കാർ വോട്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ വെടിവെച്ച പാവം പോലീസുകാരന്റെ പണിയും പോയി, തുണിയും പോയി. അവന്റെ കുടുംബം വഴിയാധാരമായി.